ഖുറൈശി കല്യാണരാവ് മെഹമൂദ് നൂർ അമീനോരെ രാവ് മെഹമൂദ് നൂർ അമീനോരെ രാവ് അരുണന്റെ പുണർന്ന് റജ്ബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണന്റെ പുണർന്ന് അജബാറാണി വിണ്ണും മറതും മേറി ചന്തം അടരാടി തപസിൽ നൂറുവിൻ നൂറ് ചന്ദം ശരഫാം തിരുക്കിറുഫാമികൾ വാകി വസന്തം തൂകി സുഗന്ധം മക്കപ്പൊരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് മക്കപ്പൊരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് മെഹമൂദ് നൂറുൽ അമീനോരെ രാവ് മെഹമൂദ് നൂറുൽ അമീനോരെ രാവ് മുഹബത്തിൻ ബീബിറാത്തി വാനിലകും രാവ് മക്കപ്പൊരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ് ബാരക്കി വന്നിടെ ഹൂറ നിസാബര പരിശാണനും വടിവാൾ മുഖമാം വിളം വിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോളിലും തെളിവാ ബാരക്കി വന്നിടെ ഹൂറ നിസാബര പരിശാണനും വടിവാൾ മുഖമാം വിളം വിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോളിലും തെളിവാ. വയനാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ചുരം താണ്ടി കോഴിക്കോട് ജില്ല കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെ താനൂരൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളത്. നാസ്ത കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലേ? സമയം എന്തായി? അപ്പോൾ ജസ്റ്റ് ഒരു 10:30 ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 11:30 ആയി. 10:30 ഇറങ്ങിയില്ലേ? 10:30 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നാസ്ത കഴിച്ച് നേരെ എവിടാ? നിലാമുറ്റോ കൊളാക്കി പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി വിളക്കത്തിരിക്കൽ നിലാമുറ്റൊക്കെ കണ്ണൂർ ഭാഗത്താണോ? ഉസ്താദ് എന്തോ കാര്യമായി പറയുന്നുണ്ട്. ആ പറഞ്ഞോളി. ഞങ്ങളല്ല ഇനി എല്ലാത്തിനും ഞങ്ങളാണ് അപ്പോൾ ഇനി പൊന്നാനി അല്ലേ? പിന്നെ വെളിയങ്കോട് സമയമുണ്ടെങ്കിൽ പൊന്നാനി. അത് കഴിഞ്ഞ ഉടനെ സമയത്തിൻ്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കി വെളിയങ്കോട്. അത് കഴിഞ്ഞാൽ മമ്പുറം. പിന്നെ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ. കോഴിക്കോട് ജില്ലയിലെ ഹർത്താലാണ്. എന്നാലും അത്ഭുതകരമായി എനിക്ക് തോന്നുന്ന പൊന്നാനിയിലെ ജനദീ മഖ്ദൂമിൻ്റെ വർക്കത്ത് അല്ലേ? എവിടെയും തുടങ്ങിയില്ല. നമ്മൾ പോകുന്നതിൻ്റെ ശേഷം അവിടെ ഫുള്ള് പ്രശ്നമാണ്. എൻ്റെ ഭാര്യ പിന്നെ അവിടെ നിന്ന് ഭാര്യേൻ്റെ ഉമ്മ ക്യാൻസറ്റ് കാണിക്കാൻ വേണ്ടി വന്ന് അവിടെ പോലീസ് തടഞ്ഞ് തിരിച്ചു വിട്ടു. വണ്ടികളൊക്കെ തടഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെ പോകുന്ന സമയത്ത് എന്തോ ഒരു കുതിരത്തോണ്ട് ഇവിടെ എത്തി അല്ലേ? അള്ളാഹുവിൻ്റെ അപാരമായ അത്ഭുതങ്ങളെ കൊണ്ടും മഹാന്മാരായ അരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയൊക്കെ കറാമത്തുകളെ കൊണ്ട് വിശിഷ്യ നമ്മുടെ യാത്ര ഒരു ആത്മീയ യാത്ര ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് പൊന്നാനി സിയാറത്ത് ചെയ്ത് മഹാന്മാരുടെ പൊരുത്തം ഏറ്റുവാങ്ങി അവിടെ നിന്ന് പിന്നെ പൊന്നാനിയിൽ നിന്ന് വെളിയങ്കോട്ടേക്കും മമ്പുറത്തേക്കും മടവൂരിലേക്കും മഹാനായ നമ്മളെ ഏറ്റവും മുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ എല്ലാത്തിനും അത്താണിയായ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ഹളറത്തിലേക്ക് ചെല്ലുകയും അവിടുന്ന് പരാതികളും പരിഭവങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ അവിടുത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ് അതിനൊക്കെ ഒരു പരിഹാരം നേടാൻ വേണ്ടിയും കൂടിയുമാണ് ഞങ്ങളുടെ ഈ യാത്ര.
ഒരു വീടിൻ്റെ വാതിൽ പൊന്നാനിയിൽ വണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ നടക്കാൻ പോവുകയാണ് മക്കാമിലേക്ക്. നമ്മളെ കുട്ടികളൊക്കെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു വാതിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കും. എല്ലാവരും നമ്മളെ ബാക്കിലുണ്ട്, ക്യൂ ആയിട്ട് അല്ലേ? എല്ലാവരും കൈ കൊണ്ട് തന്നെ കാണിച്ചാൽ അവിടെ രണ്ട് ലൈന് നിങ്ങൾ ലൈനില്ലാണ്ട് പോകണ്ട. ഇവിടേക്ക് രണ്ട് ലൈനായിട്ട് പോയാൽ മതി. അവിടെ എന്താ അറിയോ, ബൈക്ക് വരുന്ന ഏരിയ. എന്നായിക്കോട്ടെ, പോട്ടെ. അറിയോ? ഏകദേശം എല്ലാം അറിയാം. അറിയാത്തൊന്നുമില്ല. ഇനി ആ കുട്ടികളെയും കൊണ്ട് ഏതെങ്കിലും കൊണ്ട് കയറി പോരുതേ, തിരിച്ചു വരാൻ നേരമില്ല. ഫസ്റ്റ് കാണുന്ന പള്ളി മഹ്ദൂം അവറുകൾ വിശ്രമിച്ചതും ഇതാക്കിയതൊക്കെ പള്ളി. അത് പറഞ്ഞോട് കളി നടത്തുമ്പോ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ട ഈ പള്ളി, ഒരു ചെറിയ പള്ളി, ഒരു നിസ്കാര പള്ളി പോലത്തെ ഒരു ചെറിയ സ്ഥലം. അത് പിന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം വിശ്രമിക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വരും ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ താമസം ഉണ്ടാകും ഇവിടെ. ഇതല്ലേ മുസ്ലിം കാണാൻ വേണ്ടി വരുന്ന സ്ഥലം? മൗനത്തുൽ ഇസ്ലാം സഭ ഇവിടെയാണ്, ഈ ബിൽഡിങ്ങിൽ. ചാട് എടുക്കട്ടെ. ഈ ചാടൂലേ? സ്ലോ മോഷൻ ചാട്. ഈ ചാടൂല? ഓനെ സ്ലോ മോഷൻ ചാടാൻ പറഞ്ഞു, ചാടില്ല. ചൂടായിട്ടേ കത്താൻ തുടങ്ങി. സഹായിക്കപ്പെടണോ? ഇതേതാ സ്ഥലം എന്നറിയോ നിങ്ങൾക്ക്? ഇതേതാ സ്ഥലം എന്നറിയോ? മൗനത്തുൽ ഇസ്ലാം സഭ. അതായത് അവിശ്വാസികളായ ആളുകളെ മുസ്ലിങ്ങളാവാൻ വേണ്ടിയിട്ട് മറ്റ് മതസ്ഥരായ ആളുകൾ ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിയിട്ട് ഇവിടെ വന്ന് താമസിക്കും. ഇവിടെ എന്നിട്ട് 40 ദിവസം താമസിച്ച് ഇവിടുന്ന് നിസ്കാരവും മറ്റൊക്കെ പഠിച്ചിട്ടാണ്, കുറച്ചൊക്കെ ഓതാനും നിസ്കരിക്കാനൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങി പോവുക. അതിന് വരുന്ന സ്ഥലമാണിത്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചെരുപ്പ് ഇവിടെ വരണ്ട.